വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രണ്ട് വയസ്സ് ആ ചുളിവ് അവിടുന്ന് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളതിൽ പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്. നമ്മൾ ഡെയിലി ക്ലോത്ത്സ് വാഷ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അയൺ ചെയ്യാറുണ്ട്. അപ്പോൾ ചുളിവൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് അയൺ ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഫിലിപ്സ് എന്ന ബ്രാൻഡിൽ വരുന്ന ഒരു പോർട്ടബിൾ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റീം അയൺ ആണ് വരുന്നത്. ഈ ഒരു സ്റ്റീം അയൺ രണ്ട് മോഡൽ വരുന്നുണ്ട്. നമുക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള മോഡലും വരുന്നുണ്ട്, ഒരു സ്റ്റാൻഡോട് കൂടിയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള മോഡലും വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ഹാൻഡ് ഹെൽഡ് മോഡൽ ചൂസ് ചെയ്യാനുള്ള കാരണം ഇത് പോർട്ടബിൾ ആണ്, നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ പോർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. മറ്റേ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡോട് കൂടി ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ റൂമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വേറൊരു മോഡലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇത് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് ഫിലിപ്സ് എന്ന ബ്രാൻഡിൽ വരുന്ന ഒരു ഹാൻഡ് ഹെൽഡ് സ്റ്റീമറാണ് 3000 സീരീസിൽ. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് 1000 വാട്ടിൻ്റെ പവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ അപ് ടു 20 ഗ്രാം പെർ മിനിറ്റ് കണ്ടിന്യൂസ് സ്റ്റീമിംഗ് ഉണ്ട്. പിന്നെ 99.9% ബാക്ടീരിയാസിനെ കില്ല് ചെയ്യും. പിന്നെ അയണിംഗ് ബോർഡിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാ ഗാർമെൻറ്റ്സ് എല്ലാ ക്ലോത്ത്സിൻ്റെയും മേലെ സേഫാണ്. പിന്നെ ഇത് 100 ml വാട്ടർ ടാങ്കോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത് കോമ്പാക്റ്റ് ആൻഡ് ഫോൾഡബിൾ ആണ്. നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഇവിടെ ഫോൾഡബിൾ ഡിസൈനാണ് വരുന്നത്. അതുപോലെ തന്നെ 30 സെക്കൻഡ്സിൽ ഇത് ഹീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിസേഴ്സ് വേണം. അപ്പോൾ നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് നമ്മൾ യൂസർ മാനുവലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, നമുക്ക് 3 യൂസർ മാനുവൽ വരുന്നുണ്ട്. അപ്പോൾ യൂസർ മാനുവൽ ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം, നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് ഈ കവറിൻ്റെ അകത്തുനിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് ഈ ഒരു കവർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. ഫിലിപ്സ് എന്ന ബ്രാൻഡിങ് കാണാം. അതുപോലെ തന്നെ നല്ലൊരു കളറാണ് കേട്ടോ വരുന്നത്. നമുക്കിവിടെ ലൈറ്റിംഗ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ഒരു ഫോൾഡബിൾ ഡിസൈനാണ് വരുന്നത്. കണ്ടോ, ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അതിൻ്റെ കൂടെ വലിയ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള വയർ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നതാണ്. അതിൽ നമുക്ക് ഇവിടെ ബോക്സിലൊരു സംഭവം കൂടി ഉണ്ട്. ഇതാണ് നമ്മളെ വാട്ടർ ക്യാപ്പ്. നമുക്ക് പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കാം. കണ്ടോ, ഇതാണ് നമ്മളെ വാട്ടർ ക്യാപ്പ് വരുന്നത്. കണ്ടോ, ഇതിലൂടെയാണ് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം. വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇതാണ് നമ്മളെ സ്റ്റീം വരുന്ന ഭാഗം വരുന്നത്. ഇതിലൂടെ നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റീം വരുന്നതാണ്. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും ബോക്സിനകത്തില്ല. അപ്പോൾ ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് തിരിച്ചെടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കവർ ഇവിടെ കാണാം, സിലിക്കണിൻ്റെ കവർ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോളുണ്ട്. നമുക്ക് പൈപ്പിൽ ഇത്തിരി വെള്ളം നിറച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ വെള്ളം ഇത്രയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫുള്ളാക്കേണ്ട, ഏകദേശം ഈ ഒരു ലെവലിലായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കണ്ടു, നമുക്ക് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പ്ലഗിൽ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷർട്ട് വേണം. അപ്പോൾ നമ്മളിവിടെ ഷർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷർട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട്, നമുക്ക് ടേബിൾ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, അങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റും. നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്തുകൊണ്ടും ചെയ്യാം. ഇതുപോലത്തെ ഒരു ഹുക്കിൽ നമ്മൾ ഹാങ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ സ്റ്റീം ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷർട്ട് കണ്ടാൽ മനസ്സിലാകും, അത്യാവശ്യം നല്ല ചുളിവുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചുളിവൊക്കെ ഈ ഒരു സ്റ്റീം ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഈ ചുളിവ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളെ ഷർട്ടിൻ്റെ ഒരു ബിഫോർ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചുളിവുണ്ട്. ഇനി നമ്മൾ സ്റ്റീം ചെയ്തതിൻ്റെ ശേഷമുള്ള ഒരു ആഫ്റ്റർ ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കേട്ടോ, ഇതാണ് ബിഫോർ ലുക്ക്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു പവർ ബട്ടൺ വരുന്നുണ്ട്. ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്കൊരു ഓറഞ്ച് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി ഒരു 30 സെക്കൻഡ് എടുക്കും ഇതൊന്ന് ഹീറ്റായി വരാൻ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 30 സെക്കൻഡ് ഒന്ന് ഹീറ്റ് ആയതിന് ശേഷം നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഹീറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓറഞ്ച് ലൈറ്റ് ഇവിടുന്ന് പോകും. അപ്പോൾ നമുക്കിത് റെഡി ടു യൂസ് ആണ്. അപ്പോൾ നമ്മളിത് സ്റ്റീം ചെയ്ത് നോക്കാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് പ്രസ് ചെയ്യുമ്പോൾ നല്ല സ്റ്റീം വരുന്നുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് വലിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇത് കാണാം, അത് നമ്മളൊന്ന് ഇങ്ങനെ വലിച്ചു നോക്കാം. കേട്ടോ, ആ ചുളിവൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്.
കണ്ടോ ഗൈസ്, ആ ചുളിവ് അവിടുന്ന് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ താഴോട്ടാണ് സ്റ്റീം ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളിങ്ങനെ ഷർട്ടിനോട് അടുപ്പിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്യണം. കണ്ടോ? അതുപോലെ തന്നെ നമ്മളെ പോക്കറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പോക്കറ്റ് സൈഡ് നമ്മൾ മുകളിലോട്ട് വേണം നമ്മൾ സ്റ്റീം ചെയ്യാൻ. കാണാം, നമ്മൾ ആ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല സ്റ്റീം വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആ ഷർട്ട് നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് വെറും 30 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റിയാണ്ടോ. എല്ലാ ചിളവ് കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല നീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് വേണമെന്നില്ല, നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടായാലും ഇങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തിട്ട് കണ്ടോ. നമ്മൾ ബിഫോർ ആഫ്റ്റർ ലുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബിഫോറിൽ എങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആഫ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും എന്ത് നീറ്റായിട്ടാണ് നമ്മളെ ഷർട്ട് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അയൺ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഷർട്ട് അയൺ ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷനാണ്. കാരണം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് അയൺ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. പിന്നെ നമ്മളിതിൻ്റെ വാട്ടർ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ ഇത് വാട്ടർ കപ്പാസിറ്റി കുറച്ച് കുറവാണ്. ഒരു 2-3 ഡ്രസ്സ് അയൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. പിന്നെ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഫില്ല് ചെയ്തതിൻ്റെ ശേഷം തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫിറ്റ് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും ഈസിയാണ്. പിന്നെ നമുക്കിത് പോർട്ടബിൾ ആയിട്ട് വരുന്നത്. നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോമ്പാക്റ്റ് ആൻഡ് ഫോൾഡബിൾ ആണ്. നമുക്ക് സൂട്ട് കേസിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ക്യാരി ചെയ്യാനും പറ്റും. നല്ലൊരു സ്മോൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റീം അയണും അതുപോലെ തന്നെ അയൺ ബോക്സിൻ്റെയും കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറൻസുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റീം അയൺ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ ഡ്രസ്സ് നമ്മളെ കയ്യിൽ ഹാങ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്തുകൊണ്ടോ നമുക്ക് ഈസി ആയിട്ട് എവിടെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അയൺ ബോക്സ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അയൺ ടേബിൾ നിർബന്ധമാണ്. അയൺ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് അയൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നത്തെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അയൺ ബോക്സിലാകുമ്പോൾ നമുക്ക് വലിയ ചുളിവുകളൊന്നും പോവില്ല. നമുക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇങ്ങനെ വലിയ ചുളിവുകളൊക്കെ പോവുള്ളൂ. പിന്നെ എല്ലാ ഭാഗത്തേക്കും എത്താനും കുറച്ച് ടൈം കൺസ്യൂമിങ്ങും ആണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് അയൺ ചെയ്യാൻ. പക്ഷേ ഈ ഒരു സ്റ്റീം അയണിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരാൾക്കും ഈസി ആയിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സ്റ്റീം അയണിൽ. പിന്നെ ഈ ഒരു സ്റ്റീം അയൺ ലേഡീസിനൊക്കെ വളരെ യൂസ്ഫുൾ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ലേഡീസിന് കൂടുതലായിട്ടും ഈ വർക്കുള്ള ഡ്രസ്സുകൾ അതുപോലെ തന്നെ മുത്ത് കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സുകളിൽ നമുക്ക് ഈ ഒരു അയൺ ബോക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മുത്ത് കാര്യങ്ങളുടെ മുകളിലൂടെ ഒന്നും അയൺ ബോക്സ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അയൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സ്റ്റീം അയൺ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മുത്ത് ഭാഗത്തൊക്കെ വരുന്നിടത്തൊക്കെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് അയൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരു വലിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജെൻസിൻ്റെ ഡ്രസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് നമ്മൾക്ക് ഒരിക്കലും അയൺ ബോക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഓവർ ഹീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കറൊക്കെ ഉരുകി പോകും. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് സ്റ്റീം അയൺ നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റീം അയൺ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ യാതൊരുവിധ ഡാമേജും വരാതെ നമുക്ക് അയൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു സ്റ്റീം അയൺ. നമുക്ക് അയൺ ബോക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3600 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പ്രൈസ് അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അയൺ ബോക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അയൺ ബോക്സിന് ഒരു 1000-1500 രൂപയ്ക്ക് നമുക്ക് അയൺ ബോക്സ് കിട്ടും. പക്ഷേ നമ്മൾ അയൺ ബോക്സ് മാത്രം വാങ്ങിയാൽ പോരാ, ഇതുപോലത്തെ ഒരു അയൺ ടേബിളും കൂടി വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ രണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പറഞ്ഞ എമൗണ്ടിനെക്കാട്ടി മുകളിൽ പോകും. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ഡ്രസ്സ് അയൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.